പ്രവാസികൾക്ക് വണ്ടി കാണിച്ചു കൊടുക്കില്ല എന്തേ? ആ ഒന്നെങ്ങനെ അവനാ തേനിച്ചറിഞ്ഞിട്ടോ. ചങ്ങായിമാരെ, ഒരു സൂപ്പർ വീഡിയോ ആണ്. ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതായി കാണുന്ന പുതിയൊരു വീട് കണ്ടോ. ഈ വീടിൻ്റെ ബാക്ക് ചാരിക്കൊണ്ട് തന്നെ ഒരു പഴയ തറവാട് വീടും കാണാൻ പറ്റും. പക്ഷേ ഈ വീടിന് പഞ്ചായത്തിന് നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇവിടെ 2.5 മീറ്റർ, ഈ 2 വീടും തമ്മിൽ 2.5 മീറ്ററിൻ്റെ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. അതേ ഗ്യാപ്പ് അവിടെ കാണില്ല, അവിടെ 1 മീറ്റർ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 2.5 മീറ്ററിൻ്റെ ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചായത്തിന് ഈ പുതിയ വീടിന് നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ആ സ്ഥിതിക്ക് ക്ലൈൻറ്റ് എന്താ പറഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ, ഈ വീടിൻ്റെ ഈ മൂലമെന്നുണ്ടല്ലോ, ഈ മൂലമെന്ന് അങ്ങോട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണം. അവിടെ 2.5 കിട്ടണ്ടേ? കാണിച്ചാൽ അങ്ങോട്ടേക്ക് ഈ സൺസൈഡ് ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ സ്ക്വയർ പൈപ്പ് ഉണ്ടാക്കിയ അത് കട്ട് ചെയ്യാണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗം മൊത്തം കട്ട് ചെയ്യാണ്ട്, പിന്നെ ചുമര മൊത്തം കുരിഡീസിൻ്റെ കട്ട് കേട്ടോ. കേട്ടോ നോക്കിയാൽ അവിടെ ഒരു കമ്പിയാണ്, മറ്റു കുറ്റി കണ്ടില്ലേ, ആ കുറ്റിമെന്ന് നേരെ ഇവിടെ ചുമര പൊളിച്ചുകാണ്ട് ഉള്ളിക്ക് നൂലിട്ടിക്കാണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കണതിൻ്റെ വിഷ്വൽസാണ് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകണം കേട്ടോ. ഇപ്രായത്തിൽ ഏകദേശം ഈ ലെവലിനെ വരിക. ആ കമ്പി കെട്ടിയില്ലേ? ഓക്കെ, അത് നേരെ മൂല കുടിച്ചാണി. ഇപ്പം എന്താ പാട്? പക്കല്ലേ? ഓക്കെ, കണ്ടോക്കിയാ റെഡി കേട്ടോ. ഈ നൂല് ഇട്ടുകൊണ്ടുള്ള ലാഭം എന്താണെന്നറിയോ? നമുക്ക് എന്താ ലാഭം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, മറ്റേത് എത്രത്തോളം പൊളിക്കണമെന്ന് അറിയില്ല, കാരണം ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഐഡിയ ഇട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഓട് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ അടയാളം കാണാൻ പറ്റി പോരാ. പിന്നെ എന്ത് ചെയ്യും? ഇതിൻ്റെ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിനനുസരിച്ച് പുതിയ പടവാണ് കൂട്ടി ചേർത്ത് കൊടുക്കുക. എനിക്ക് ഇതും കൂടെ ഓടുമ്പോൾ കയറാറ്റുള്ളൂ. ഈ തലല്ലേ ഇപ്പം മുട്ടിക്കണുള്ളൂ, ഓടുമ്പുറത്തേക്ക് ഇതുകൊണ്ട് കയറിയാൽ മതി. സാധനം മൊത്തം പൊട്ടാത്തോടത്തോളം നോക്കിട്ടോ. നീ ഇങ്ങനെ ഉരിപ്പോ. പ്രവാസികൾക്ക് വണ്ടി കാണിച്ചു കൊടുക്കില്ല എന്തേ? പ്രവാസികൾ ഇങ്ങനെ ഗൾഫിൽ നിന്നാൽ മതി, എല്ലാ തരികയുടെ വീഡിയോ നമ്മൾ കാണിച്ചു തരും. എന്തേ കേട്ടോ, മൂലോട് കെട്ടാനുള്ള മൂലപ്പീസ് വരെ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, നാസാക്കിയിട്ടില്ല. ഓട് എന്ന് പറഞ്ഞാൽ ഇടത്തുനിന്ന് വലത്തേക്ക് എന്തേ ഇതാ 2 ചോട തരണം കേട്ടോ. 2 ചോട് ഫടാഫിട്. ഇതാ ഒന്നും ആവില്ല, ഒന്ന് ഊരി ഇതാ വരണ കേണി. ഇതാണ് പണി എന്ന് പറഞ്ഞേക്കാണെങ്കിൽ 1 2 മൂലോട് 2. താഴത്ത് നിൽക്കണവരോട് പേടിക്കേണ്ടെന്ന് പറയും. ഒരു സാധനം അവരെ തലേക്ക് വെക്കൂല, അത്രയും ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യണത്. അത് പിന്നെ നമ്മൾ പടവ് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ തന്നെ വളടിച്ച് കണ്ട് ആണ് സെറ്റാക്കി കൊടുക്കുക. ഗ്രൈൻഡർ സെറ്റാക്കി കേട്ടോ. ആദ്യം മരം മറക്കുന്ന വിഷയം വേണ്ട. ഒന്നാം തരം സാധനട്ടത്. ഏത് ആ കട്ട നമ്മൾ നേരെ എന്ത് ചെയ്യാച്ചാൽ ഇതിൻ്റെ അടിയിലാണ്ട് സെറ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ആ വെയിറ്റ് ഇരിക്കൂലേ, അത് നല്ല ബാധിക്കും. കട്ട ഇങ്ങനെ പൊളിച്ചുകാണ്ട് മൂലക്ക് കുത്തിരട്ടോ. ഞങ്ങൾ കൊണ്ടുവച്ചോളി. 1 പൊടി 1 2 3 വരി ഒപ്പരട്ടോ. 3 വരി ഒപ്പരാണ്. ഇതാ 1 പിന്നെ പോണ വഴിയാ. ഇതാ 2 1 എനിക്ക് 1 ഇങ്ങോട്ട് 1 ഇങ്ങോട്ട്. പൈപ്പ് ഒന്നും പൊട്ടിക്കില്ല. എന്നാ പിടി. ഒരര 1 മുക്കാൽ 1 ഫുള്ള്. 1 എങ്ങനെ ആവനാ? തേനിച്ചറിഞ്ഞി കേട്ടോ. തേനീച്ച വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? ഓല നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ പണി നടക്കണമെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്ത് ചെയ്യുക, ഓലക്കോടി ചൂട്ട് കത്തിച്ച് കണ്ട് ഇതേമാതിരി പുകടുക. ഇത് നല്ല ചെറുതേനാണ് സംഭവം കേട്ടോ. ആ കയർ ലൂസ ഓടി. അതാ ഈ ചെറിയ പുടുത്താണ്. കയർ ലൂസ ഇനി കഴിഞ്ഞ് ജനവാതിൽ ഒന്ന് ഇളക്കിയ. എടുത്തോളി. റെഡിയാ. കെട്ടി അണ്ട് പൊടിഞ്ഞോളും. ചെങ്കല്ലൊന്നല്ല, കുരഡീസല്ലേ. അണ്ട് പോട്ടെ. അത് നേരെ സൈഡിക്ക്. അപ്പോൾ ഫുൾ സെറ്റായില്ലേ? ഞാൻ മൊത്തം ഉരിക്കളി.
സംഭവം സെറ്റ്. ഇപ്പം നമ്മളെ പൊളിപ്പരിപാടിൻ്റെ സ്ട്രക്ചർ ആയിട്ടുണ്ട്. ക്ലൈൻറ്റ് പറഞ്ഞ കോളത്തിൽ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ടോപ്പിൽ കൗക്കോലൂരി ഓടൂരി പടവൊക്കെ ഇപ്പോൾ 2 ഭാഗത്ത് എന്താക്കിന് പല്ല് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല, നേരെ കൂട്ടി നിർത്താൻ കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ പൊളിച്ചിട്ടുണ്ടല്ലോ, ഇതാണ് ശരിക്കും കണക്ക്. ഒരു കല്ല് ഏറെ പൊളിച്ചിട്ടുണ്ട്. അപ്പം ഈ ലാസ്റ്റ് ഇപ്പോൾ അവസാനം നിൽക്കുന്ന കല്ലുണ്ടല്ലോ, ഇതും കൂടെ കൂട്ടി ചേർത്താൽ മതി. ഒരു നൂല് കൂടിച്ചിട്ട് മൂപ്പര് കുഴപ്പമില്ല എന്ന് പറയണേ. പിന്നെ എന്താ ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെറിയൊരു തറ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ പുറത്തേക്ക് നിൽക്കുന്ന തറ ഉണ്ടല്ലോ കരിങ്കല്ല്, ഈ ഭൂമി ലെവലിൻ്റെ മുകളിലുള്ള കരിങ്കല്ലിൻ്റെ എൽ ഷേപ്പ് തറണ്ട് പൊളിച്ചിട്ട് ഈ കോൺക്രീറ്റ് ആമറോണ്ട് അടിച്ചു പൊട്ടിക്കുക. എന്നിട്ട് ഇവിടെ ചാല് ഉയരിട്ട് ആ കരിങ്കല്ല് ഇതിൽ കിടുക. ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ പൊളിച്ച് ഒഴിവാക്കാനുള്ളതാണ്. ആ തറ കെട്ടി എന്നിട്ട് ഇതിൻ്റെ വാക്കിൽ കുറച്ച് മണ്ണുണ്ടാവും. ഈ കല്ലെടുത്താൽ ആ മണ്ണിവിടെ നിരത്തുക. പിന്നെ ഒരു കാര്യം പാടുണ്ട്, നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഇപ്പം ഈ ബെഡ്റൂമിൻ്റെ ക്രോസ് ആയി കാണാനല്ലോ ഇപ്പോൾ ചുമര് പോകണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ചുമരിൻ്റെ വേക്കിൽ ഇപ്പം ഈ വീടിൻ്റെ പാസേജ് ഈ ചുമരും പാടെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വലിയ ബെഡ്റൂമായി. സിറ്റൗട്ട് നേരെ ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. അപ്പം ക്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുക, ഈ ചുമരും പാടെ നിങ്ങൾ പടം കൊടുക്കുന്ന സമയത്ത് പൊളിച്ചുകൊണ്ട് ടൈമൊക്കെ വെച്ചാളിന്ന്. അപ്പോൾ സൗകര്യമായി ഈ കെട്ടെടുത്തുകൊണ്ട് ഇവിടെ തറ കെട്ടിയാണ്ട് ഈ വക്കത്ത് വെക്കാനേ ഇപ്പോൾ വേണ്ടല്ലോ. തൽക്കാലത്തിന് വൃത്തിയുള്ള കുളത്തിലേ ഈ തറ മാത്രം കെട്ടിക്കുക. ഇത് കോൺക്രീറ്റ് ചെയ്യാം. അതിനേഷം എന്താണെന്നറിയോ, ഈ വാതിൽ എടുത്തുകൊണ്ട് പൊളിച്ച കട്ടെടുത്തുകൊണ്ട് ഇവിടെ പടുത്തെടുത്താൽ മതി. ഒന്നിട്ടി അതേപോലെ ഒന്നും പാടാം. ചതിലെ കുറിച്ച് കേട്ടോ, വാതിൽ അതിൽ പിടിച്ചിട്ടുണ്ട്. ആ കല്ല് മുകളത്തെ അല്ല മുകളില് ഒരു ചെറിയ പലകമല സാധനം നിക്കണത്. ഇന്നലൊന്നുമില്ലല്ലേ ഈ ഒരു പീസ് പോന്നോട്ടെ, ആ പീസ് പോന്നോട്ടെ. ഇനി പോരില്ല, ബാക്കി പോരില്ല. പോയാ തന്നെ എനിക്ക് ഓടൊക്കെ മഴ പെയ്തു നനഞ്ഞ് നിൽക്കുകയാണ്, പൊട്ടിക്കാൻ പാടില്ല. റെഡി, തറപ്പായി പോയി കിട്ടിയില്ലേ. ഇനിയാണ് നമ്മളെ പരിപാടി. ഈ സൈറ്റിൽ ഈ പണി കിടിപ്പിക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഒരു പറമ്പിൽ പഴയ പെരൻ്റെ അടുത്തേക്കോട്ടെ വേറൊരു പെര ഉണ്ടാക്കുന്ന സമയത്ത് 2 വീടുകൾ തമ്മിൽ എന്ത് ചെയ്യണം, ഒരേ പറമ്പിലെ സ്ഥിതിക്ക് 1.5 മീറ്ററിൻ്റെ മിനിമം ഡിസ്റ്റൻസ് വേണം. അത് പഞ്ചായത്തിൻ്റെ റൂൾസ് ആയിരുന്നു. അപ്പം ഇവിടെ എന്താക്കി, ഈ പഴയ പെരൻ്റെ അടുത്ത് പുതിയ പെര ഉണ്ടാക്കിയപ്പോൾ ആ കാണുന്ന ഏരിയയിൽ എന്ത് ചെയ്ത് 1 മീറ്ററിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ളായിരുന്നു. അപ്പം നമ്പർ കിട്ടാൻ കുറച്ച് ഗതികേട് വന്ന്. അപ്പോൾ ആ ഒരു സ്ഥിതിക്കാണ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ മൊത്തമായിട്ട് പൊളിച്ചത്. ക്രോസാക്കി പൊളിച്ചു, സെറ്റപ്പാക്കി മൊത്തം കണ്ടില്ലേ. ഇപ്പം നല്ല സൗകര്യമായിട്ട് കേട്ടോ. പിന്നെ അന്ന് ഈ റൂമിൻ്റെ പകുതിയിൽ പൊളിച്ച് ഇങ്ങോട്ട് മാറ്റി കെട്ടിയ സമയത്ത് ഈ റൂം പക്കാ ചെറുതായിരുന്നു. അപ്പോൾ ഈ റൂമിൻ്റെ ബാക്കിൽ ഒരു ഇടച്ചുമരുണ്ട്. ആ ഇടച്ചുമര് പൊളിച്ച സ്ഥിതിക്ക് ഇപ്പം എന്തായെന്നറിയോ, ഈ കാണുന്ന റൂം നല്ല വലുപ്പമായി. ഫുള്ളൊരു 10x10 റൂമിനെ കാട്ടി വലുപ്പമുണ്ട്. അപ്പോൾ ഇനി നമ്മളപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, അന്ന് മുറിച്ച് വെച്ച ഈ കൗക്കോലൊക്കെ ജോയിൻ്റ് അടിച്ച് കണ്ടത് ഏകദേശം ഈ കെട്ടിൻ്റെ കാട്ടിയും ഒരു 40 സെൻറ്റ് ചാട്ടുണ്ടായാൽ മതി. ആ ലെവലിൽ കൗക്കോല് കൂട്ടുക, പട്ടിക അടിക്കുക, ഓടി വിരിക്കുക, മൂല കെട്ടണം. പിന്നെ അവിടെ ചെറിയ ചില്ലറപ്പണി നടന്നു കൊടുക്കുന്നുണ്ട്. കാരണം അല്ലേ അവിടെ ആ ഭൂമി ലെവലില്ലേ, ആ ഭൂമി ലെവലിൽ നിന്ന് മിനിമം ഒരു 5 ഇഞ്ച് തന്നാൽ കേട്ടോ. ഫൗണ്ടേഷനായിട്ട് ഒരു ചാല് വേറെ കയറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആ വാതിലില്ലേ അത് മാറ്റിയില്ലേ, ആ വാതിലിൻ്റെ അവിടെ പടുക്കും ചെയ്യാം. അപ്പം ഫടാഫട്ട് വർക്കാട്ടോ, ജൽദി കളം കാലിയാക്കുക. ഈ ഒരു സാധനം എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ 3 ഇഞ്ചിൻ്റെ കോൺക്രീറ്റിനാണ് ഈ 8-10 അടിച്ചുകൊണ്ട് സെറ്റാക്കും. ചെറിയ വെയിറ്റിൽ വരാനുള്ളൂ. പിന്നെ ഇതിന് ശേഷം എന്ത് ചെയ്യും, ഇവിടെ കല്ല് വെച്ചുകൊണ്ട് മുറുക്കും. എന്നിട്ട് ഇതുമെന്ന് നമ്മൾ നേരെ അങ്ങോട്ട് നൂലിട്ടും ആ നൂല് റെഡിയാക്കിയിട്ട് ബാക്കിയുള്ള അളവൊക്കെ എടുക്കും. അതുപോലെ ഇങ്ങനെ നൂലിട്ടിയാ എന്താ ഈ ആണി ഇങ്ങനെ അടിക്കുക, ഈ ആണി ഇങ്ങനെ അടിച്ച് പഠിച്ചോ, ഈ ആണി ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ അടിച്ചില്ലേ. എന്നിട്ട് നേരെ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് നമ്മൾ അളവ് കിട്ടോ. ഇത് എത്രയാണെന്നറിയോ, 1.18 എടുത്തോ. അയ്യോ 1.18 അല്ലേ. ഞാൻ ടാപ്പ് അടിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത പീസിന് അളവ് വരാം. 1.35. ഇവിടെ വക്കത്തിൻ്റെ ഒരു ആണിപ്പം അടിച്ചൊക്കെയുണ്ട്. അത് എന്തിനാണെന്നറിയോ, അത് നമ്മൾ അടിയത്തെ പട്ടിക അതിൽ വെച്ച് അടിക്കൂല, ഇങ്ങനെ കൊളത്തേക്കുള്ളൂ. ഓടിൻ്റെ വെയിറ്റിലിടന്നോളൂ. ഇടുക നേരെ വെച്ച് അടുത്ത വേണ്ട, ഒരു മണ്ണാങ്കട്ടി വേണ്ട കൂടെ അടിക്കല്ലേ. നോക്കേ മണ്ണിൻ്റെ ഓട ആയതുകൊണ്ട് 35 വെക്കാൻ അറിയാം. 34 സ്ട്രൈറ്റ് ഇതാ. എത്ര ഉണ്ടെന്ന് വെച്ചിട്ടാണെങ്കിൽ അടിച്ചോ. ഇവിടുന്ന് ഇത് 2 ആള് ഓടിത്തരാ, ഒരാൾ കുമ്മായം കൂട്ടി സെറ്റാക്കിയാണ്. 2 ഭാഗത്തുകളുണ്ട് ഇടം പാലം 2 ഭാഗത്തുകൾ ഇടം പാലം. ഒന്ന് നോക്കേ. ഒരു മേഡ് ലൂസ് ഉണ്ടായിക്കോട്ടെ. ഉണ്ടകൂടെ ഇതാ 2 കയ്യിൽ 2 ഉണ്ടായി. ഇത് എടുക്കാൻ പോണെന്നറിയോ, നമ്മൾ വെറുതെ അങ്ങോട്ട് തീർത്ത് ഇറങ്ങൂല. ആ മൂലമ്മ ചെറിയ ട്രബിൾ ഉണ്ട്. ഇടയ്ക്കാ ഇതാ ഇവ ഒന്നും പാടെ
ഞങ്ങടെ കൊണ്ടുവന്നേരണോ അങ്ങോട്ട് കൊണ്ടുവന്നേരണോ എന്നാ ഒന്ന് പാടെ എന്നാ ആ കുഴപ്പമില്ല എന്നാ സൂപ്പർ ആരൊക്കെ പിടി മറ്റേ അയ്യോ ഓക്കെ റെഡി. മൂന്തായത്തിൽ നല്ല വെട്ടി നിറച്ച് സിമെൻറ്റ് നിറച്ചെന്ന് മാത്രമല്ല അതൊക്കെ നല്ല കൂട്ടിച്ചേർത്തിട്ട് സിമെൻറ്റും പൂയ കെട്ടുകാണ്ടുള്ള ഗ്രൗട്ട് ലൈനും പാടെ ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഇതേപോലെ ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ലാഭം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ സിമെൻറ്റുമൊക്കെ എത്ര കുത്തി മഴയതായാലും പൊടിഞ്ഞ് പോകാത്ത ടൈം എടുക്കും. ഇതേ നല്ല കോട്ടിങ് ആയിട്ട് പിടിച്ചു ഡബിൾ കോട്ട് അടിക്കണേ ഡബിൾ കോട്ട്. അപ്പോൾ ചില ആൾക്കാർ റിസ്ക് എടുത്തുകൊണ്ടൊന്നും ചെയ്യൂല. ഇപ്പം നല്ല പൊലം വെയിലത്തന്നെയാണ് ഈ പണിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. കാലൊക്കെ പൊള്ളുന്നുണ്ട്. എന്നാലും നമ്മൾ നോക്കുന്നത് നമ്മുടെ വർക്കിൻ്റെ സേഫ്റ്റിയാണ്. ചെയ്ത് പോയിക്കുകയാണെങ്കിൽ പിന്നെ ക്ലൈൻറ്റ് നമ്മൾ വിളിക്കരുത്. അവിടെ ലീക്ക് ഇവിടെ ലീക്ക് എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇറങ്ങാം. ഈ സൈറ്റിലെ ചുമര് പൊളിക്കല് കെട്ടൽ ഓടി വിരിക്കല് എല്ലാ പരിപാടിയും തീർത്തുണ്ട്. ഇവിടെ വർക്ക് കിട്ടുന്ന സമയത്തുള്ള മെയിൻ ട്രബിൾ എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പുതിയ വീടാണ് പഴയ വീടാണ്. ഇവിടെ വന്ന സമയത്ത് ഈ മൂല നമ്മളൊന്നും ചെയ്തില്ല. നിങ്ങൾ മൊത്തം കണ്ടില്ലേ. ഇവിടെ 2.5 മീറ്ററിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചായത്തിൻ്റെ റൂൾസ് പറഞ്ഞാൽ 2 മീറ്റർ അല്ലേ, അത് ക്ലൈൻറ്റ് 1/2 മീറ്ററും കൂടെ കൂട്ടിയിട്ട് 2.5 എന്നുള്ള ലെവലിൽ അവിടെ ഒരു കുറ്റി അടിച്ച് കണ്ട് ആ കുറ്റിയിലേക്ക് ഈ മൂലം നേരെ വലിച്ചു കെട്ടി സെറ്റപ്പാക്കി തീർത്ത് കൊടുത്ത ലെവലാണ് ഈ കാണുന്നത്. ആ പഴയ പൊളിച്ച ചുമരുമേൽ ഒരു ജനാലുണ്ടേന്, ആ ജനാലാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ പൊളിച്ച് മാറ്റി സെറ്റാക്കി. പിന്നെ പോരാത്തതിനുണ്ടല്ലോ ഇപ്പോൾ ഓടി വിരിക്കാൻ വേണ്ടി വന്ന ഈ ലാസ്റ്റ് ദിവസത്തിൽ ഇവിടെ നിന്ന് അതിനെ വാതിലെടുത്തുകാണ്ട് മൂപ്പര് പറഞ്ഞ പോലെ തന്നെ പടുത്ത് കൊടുത്ത് സെറ്റാക്കി ഇതാ ഈ തറ കൂട്ടി കെട്ടി. ശരിക്കും ഈ വീടിൻ്റെ പഴയ മറി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 1 മീറ്ററും കൂടെ മാറി ഇതുകൂടെ പോയിനെ വീടിൻ്റെ മറി ഇപ്പം മൊത്തത്തിൽ അങ്ങോട്ടാക്കി മാറ്റി. സംഭവം ടീക്കായില്ലേ. പിന്നെ ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇതിപ്പോൾ ഈ ചുമര് ഇങ്ങോട്ട് പൊളിച്ചുകാണ്ട് ഇവിടെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന അടുക്കളയ്ക്ക് നല്ല സൗകര്യം കിട്ടീനു. ഇവിടെ ചെയ്ത മാതിരി ഇവിടെ നമ്മൾ ഈ റൂമിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ക്രോസ് ആയപ്പോൾ കെട്ടുപോയത്. നേരെ മറിച്ച് അതിൻ്റെ വേക്കത്തെ ആ പഴയ കെട്ട് പൊളിച്ചപ്പോഴാണ് ഈ റൂമിന് ഇപ്പോൾ സൗകര്യം കിട്ടിയത്. അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ടാക്കിയാൽ അവിടെ സൗകര്യം കിട്ടും. നേരെ മറിച്ച് ഇങ്ങോട്ട് ആക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഈ കെട്ടി മറിമ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ കൗക്കോലും ആ കമ്പി നീട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഓടി വിരിക്കുകയാണെങ്കിൽ ഇതൊരു വെറുമ്പറാക്കി മാറ്റാം. എപ്പോഴും ടൈമുണ്ട്. 2.5 മീറ്ററിൻ്റെ പക്ക ഗ്യാപ്പാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ബാക്കിലെ പാസേജല്ലേ, നടക്കാനും സുഖമാണ്. പിന്നെ ടോപ്പിൽ ഓടി വിരി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ വലിയ ചുമരിൻ്റെ പുറത്തേക്ക് ഏകദേശം 50 സെൻറ്റിൻ്റെ ചാട്ടം കൊടുത്തിട്ടുണ്ട്. പക്ക ലെവൽ വർക്കാണ്. ഇനി വെള്ളം ചെയ്തലടിക്കൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന മൂലയ്ക്ക് ചെറിയ ട്രബിൾ വന്നിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. കമ്പി കുറേ നീട്ടിട്ടിരിക്കാൻ ടൈമിൽ ഓടി വിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷെ എന്താ കുഴപ്പം എന്താ അറിയോ, അതിന് നമുക്കൊരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. നിങ്ങൾ 1.5 കൊല്ലത്തെ ഗ്യാരണ്ടിയിൽ വെച്ചിട്ടുള്ളൂ. 1.5 കൊല്ലം കഴിഞ്ഞാൽ വീട് പൊളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾക്ക് ധൈര്യമായിട്ട് 6 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഇത് കൂടെ വെള്ളം ചാടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ അറിയോ, ആ മറ്റേ ഓടിൻ്റെ ഇടയിൽ അലുമിനിയം ഷീറ്റ് ഇല്ലേ, അത് മുറിച്ച് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ഡബിൾ കോണി കെട്ടിക്കാണ്ടാണ് കയറ്റിച്ചാൽ മതി കേട്ടോ. സംഭവം നേക്കാൻ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ എന്നിട്ട് നോക്കിയാണ് ഏതാ വർക്ക്. അപ്പോൾ ഇതിന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ എല്ലാ തരായി തരികിടക്കും നമ്മളടുത്ത് സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ഫോളോ ചെയ്തിരുന്നോളൂ, നഷ്ടം വരാനായിട്ടൊന്നുമില്ല.